ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി എന്താണ്? നമ്മൾ ആശുപത്രി പോയി. എന്തിനാ പോണേ? എന്റെ കയ്യും കെട്ടിച്ചണം, ഫിസിയോതെറാപ്പി, ഉമ്മാന്റെ കാല് ഫിസിയോതെറാപ്പി ചെയ്യണം. അമ്മ പോവല്ലേ ഇപ്പൊ? ഓ, പെരുന്നാൾ ഡ്രസ് ഇതുവരായിട്ട് അയച്ചിട്ടും കൂടിയില്ലല്ലേ? ആണ് ഗൈസ്. എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. കൈ കണ്ടോ? ഈ കൈ നീര് വരുന്നുണ്ട്. അതായത് ഒന്നാമത് കൈ അപ്പോൾ അനക്കിയിട്ട്, കാരണം വീഡിയോ എടുക്കണം, അതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്യണം, അങ്ങനെ ഇതായിട്ട്, കാരണം ഒരു നേരം ഒഴിവില്ലല്ലോ. അപ്പം അങ്ങനെ അനക്കി കൈ തീരുമാനമായിക്കണം. നല്ല നീര് വരുന്നുണ്ട്. അതേപോലെ എൻ്റെ വലത്തെ കൈ ചതവും ഉണ്ട്, അതും നല്ല നീര് വന്നാണ്. കളർ മാറിയിരിക്കണം, ഒരു പച്ച ടൈപ്പ് കളർ ആയിരിക്കണേ. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കട്ടെ. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇതുപോലെ പ്ലാസ്റ്റർ ഇടാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഈ കൈ പ്ലാസ്റ്റർ ഇടും വേണം, ഉമ്മാക്ക് ഫിസിയോതെറാപ്പി ചെയ്യും വേണം. അപ്പോൾ നമ്മൾ പോവല്ലേ? ഇവിടെ ഒരുക്കത്തിലാണ് കേട്ടോ. പുതുക്കം പോവമ്മ. അല്ല പിന്നെ ഉമ്മ പോവല്ലേ? എന്നാ പോവാ. എന്നാ പോവല്ലേ? എന്നാ പോവാണെന്ന് പറയാം. നമ്മള് പോവാണടെ, നമ്മള് ആശുപത്രി പോവാണടെ. എന്നിട്ട് വായി ഇതല്ല, പോകാണ്. ഓക്കെ പോവാ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമ്മന്റെ വകട്ട് അസ്സലാമു അലൈക്കും ഗൈസ്. അപ്പോ കാക്ക വരുന്നല്ലോ കേട്ടോ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഓനോട് ഇടുന്നോണ്ട് എഡിറ്റ് ചെയ്യാണ്. അപ്പോ ഞമ്മക്ക് നേരെ എന്തായാലും പോയോക്കാം. താഴെ ഓട്ടോറിക്ഷ വരും. നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോണേ. ഓട്ടോറിക്ഷ വരും. അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ നമ്മള് പോകണം, ഹോസ്പിറ്റലിലേക്ക് പോകണം. ഓട്ടോറിക്ഷയ്ക്ക് കയറിയിരിക്കണേ അല്ലേ? പോവല്ലേ? പോവാൻ മാമ പോവല്ലേ? പോവാ അല്ലേ? അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇപ്പം ഇനി അതിൻ്റെ ഉള്ളിൽ ചെന്നോട്ടെ. ഇനി ചെന്നിട്ട് നേരെ പ്ലാസ്റ്റർ ഇടണം. എന്നിട്ട് ഉമ്മാനെ ഫിസിയോതെറാപ്പിക്ക് കയറ്റി ചെയ്യണം. നോക്കിയോട്ടെ എന്തായാലും. ഹോസ്പിറ്റലിൽ വന്നിട്ട് പോസ്റ്റായി കുത്തിരിക്കണം കേട്ടോ. ഇമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട്, ഡോക്ടറിന്റെ അവിടെ നിർത്തിയാണ് പോകുന്നത്. ടോക്കണായ വിളിച്ചാൻ പറഞ്ഞിട്ട് ഉമ്മ അവിടെ പോസ്റ്റാണ്. കൊയങ്ങ ഉമ്മ കാര്യം നടക്കണ്ടല്ലേ? എന്നാലും ഉമ്മാക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം, എനിക്ക് പ്ലാസ്റ്റർ ഇടും വേണം. ഈ ഒന്നുകൂടി എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞേ. എന്താവുന്നു നോക്കിയോട്ടെ എന്തായാലും. കുറച്ചേരം എങ്ങനെ ഇരിക്കണം. ഉമ്മന്റെ ഇവിടെ എന്താ മടക്കാൻ വയ്ക്കണ്ടപ്പോ ചെറുതായി മടക്കണുണ്ട്. വേദനയുണ്ടോ? ഫിസിയോതെറാപ്പി ഇതിലായിട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇന്നെന്തായാലും ചെയ്ത് നോക്കുന്നത്. ചെയ്തിട്ട് നോക്കണം. കാലമായിട്ട് ചെയ്തിട്ടില്ല. ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരാഴ്ചയായി ചെയ്യാൻ പറഞ്ഞിട്ട് ഇതിലായിട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ കുത്തിരുന്ന് നോക്കാം. എന്തായാലും നോക്കിയോട്ടെ. അതെ ഈ കാലുണ്ടാവോ? നടക്കാൻ വയ്ക്കോ? ഞാനതേക്ക് വെയിറ്റ് ചെയ്തു. അന്നേ പ്ലാസ്റ്റർ ഇടാൻ പറഞ്ഞ. ഞാൻ പിന്നെ എത്തുമ്പോ വിൽക്കും. പ്ലാസ്റ്റർ ഇടണ സീനാണ്. ഞാനവിടെ ഡോക്ടറെ കയ്യാൻ കാട്ടി തരട്ടെ എന്താ അവസ്ഥ ഇതുണ്ടോ? ഈ ഒരു വീക്കുണ്ട് ഇവിടെ. ചെറിയ ഇതാണ് ഉള്ളിൽ സ്ക്രാച്ച്. മടക്കാനൊന്നും വയ്ക്കില്ല. ഇവിടെ ചെറിയ നീര് കണ്ടോ? അതേപോലെ വലത്തേ കൈമയുണ്ട്. ഉമ്മ എന്താണ് ഇനി ഉമ്മാക്ക് ഇതെടുക്കണം, ഫിസിയോതെറാപ്പി ചെയ്യണം. എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഇതുണ്ടോ നോക്കട്ടെ. എന്നെ നോക്കണം. ഇനി തിരക്കാണ്, ഇത് കഴിയട്ടെ. ഉണ്ട്. ഓക്കെ, അപ്പൊ എന്നെ വിളിക്കണേ, പോയിട്ടില്ല. അങ്ങനെ ഉള്ളിൽ കയറി എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഡോക്ടറെ കാട്ടിയപ്പോ പറഞ്ഞത് എവിടെ? ഇടത്തെ കൈൻ്റെതാണ്. അതാണോ? അതിന്റെ എവിടെ ചെറിയൊരു പാടന്റെ അവിടെ എന്തോ ഒരു കുത്തുമായിക്ക് എന്തോ സാധനം ഉണ്ടായിരുന്നു. അത് ചെറിയ സ്ക്രാച്ച്. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ പോയി ഇട്ടിട്ട് വരാം ഗൈസ്. അപ്പൊ വീണ്ടും കൈ കട്ടപ്പുറത്തേക്ക് കേട്ടോ. ഇത് കെട്ടിയേക്കാൻ പറഞ്ഞു. 1 മാസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇതേപോലെ 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ തീരുമാനമായി. ഇനി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ തീരുമാനമാവും മിക്കവാറും. ആകെ സീന്. ഇനി ഉമ്മാക്ക് ഫിസിയോതെറാപ്പി ചെയ്യണ്ടേ? വേദന ഉണ്ടോ? കുഴപ്പമില്ല. എന്തായാലും കാല് ഫിസിയോതെറാപ്പി ചെയ്ത് ഓക്കെ ആവുന്നല്ലേ പറഞ്ഞേ? അപ്പൊ എന്തായാലും നോക്കി നോക്കല്ലേ മമ്മ? കുറച്ചേരം കൂടി നിക്കേണ്ടി വരും. ഇമ്മാനെന്തായാലും ഫിസിയോതെറാപ്പി അതിൻ്റെ കയറ്റിവിടാം. അങ്ങനെ ഇമ്മാനെ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി കയറ്റിക്കണ്. എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. കാട്ടി തരാം. എങ്ങനെയുണ്ട് ഉമ്മ? കുഴപ്പമില്ലേ? സിമ്പിൾ ആയിക്കണേ. അടുത്തത് എന്താ സെക്ഷൻ നമ്മക്കറിയില്ല. ഇത് ഇനി ഇപ്പൊ എന്തൊക്കെ എക്സസൈസ് എന്തൊക്കെ പറഞ്ഞേ? അതെങ്ങനെ പറയാൻ എനിക്കറിയില്ല. എത്ര ദിവസം അടുപ്പിച്ച് വരാണ്? 5 ദിവസം അടുപ്പിച്ച് വരാന്. ശേഷം ഒന്നരാടം. ആദ്യത്തെ 5 ദിവസം അടുപ്പിച്ച് പിന്നെ 1.5 അല്ലേ? എന്തായാലും നോക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇപ്പം ചെറിയ വേദന ഉള്ളൂ. എന്നാലും ചെറിയ രീതിക്കൊക്കെ നടക്കാൻ നിൽക്കുന്നുണ്ട്. നല്ലോണം നടക്കുമ്പോ വേദന ഉണ്ട്.
പക്ഷെ നല്ല മറക്കണില്ലല്ലോ. ആ പിന്നെ ചെയ്ത് നല്ലോ മറക്കേണ്ടി വരും. ആണോ? അപ്പോഴാണ് വേദന. അമ്മ ഇവിടെ എങ്ങനെയുണ്ട് കണ്ടിട്ട്? എങ്ങനെയുണ്ട് എക്സസൈസ് കണ്ടിട്ട്? കണ്ടിട്ടെന്താ ആ ശരിയാവോ? ആകണല്ലോ. പടച്ചവനോട് പ്രാർത്ഥിച്ചാലേ. ആ ഓക്കെ. അപ്പൊ ഇനി എന്താ പരിപാടി? ഇനി മരുന്നൊക്കെ വാങ്ങിട്ട് പോവാ. മരുന്നൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോവാ അല്ലേ? എന്തായാലും ഞിച്ചും പണിയിട്ട് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞത് എന്നോട്. കുട്ടി കിടക്കാറ്. അപ്പൊ എന്നോട് റെസ്റ്റ് എടുക്കാനാണ്. രണ്ട് കൈയും ഇതിന്റെ ഉള്ളിൽ ഇത് തൂക്കിടാനാണ്. ഒരാൾക്ക് തിന്നാ, ഒരാൾക്ക് തിന്നാലും വെച്ച കഴിക്കില്ല. ആ കയ്യില്ല തിന്നാന്. ഉമ്മാക്ക് തിന്നെങ്കിൽ ചെയ്യാം. എനിക്ക് വാരി തരണ്ട കേട്ടോ ഇനി. അപ്പൊ നമുക്ക് ഇനി നേരെ ഇവിടുന്ന് പോയോക്കാം. ഹോസ്പിറ്റലില് ഉമ്മാനെ കാട്ടി കഴിഞ്ഞാൽ നേരെ എന്താണ് നേരെ പോവാം. അമ്മക്ക് വെള്ളം കുടിക്കാൻ എന്തെങ്കിലും ഉമ്മാക്ക് അമ്മക്ക് കുടിക്കാൻ എന്തെങ്കിലും നമുക്ക് ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് നേരെ പെരിയിൽ പോവാം. അങ്ങനെ ഞങ്ങള് വെള്ളം കുടിച്ചാൻ വേണ്ടി വന്നിക്കാണ് അല്ലേ മമ്മ? എന്താ വേണ്ടി കഴിക്കാനും വേണ്ടിയേ? എന്താ പൈസ ചോറ് കൊണ്ട് കഴിക്കുന്നത്. പൊറോട്ട വാങ്ങി പോവാ. പൊറോട്ട നമ്മള് പൊറോട്ട വാങ്ങണ്ടോ? പൊറോട്ട നമ്മള് പെരീസ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ട് വാങ്ങി പാർസൽ വാങ്ങല്ലേ? വെള്ളം കുടിച്ചാൽ മതി. അവിടെ ഒരാളുണ്ടല്ലോ. അവിടെ കാക്ക വാങ്ങാനുണ്ടോ? വെയിറ്റ് ചെയ്യാണ്. അവിടുത്തെ പൊറോട്ട ഇങ്ങനെ അങ്ങനെ ചെല്ല. അമ്മക്ക് എന്താണ് കഴിക്കാന്? ജ്യൂസോ? അത് മാത്രം മതിയോ? ബാക്കി ഇനി പെരീസ് വന്നിട്ട് ചോറുണ്ടല്ലോ അല്ലേ? അത് വീട്ടിൽ തന്നെ 3 ദിവസം വരാൻ പറഞ്ഞേ. 5-6 ദിവസം. 5 ദിവസം തുടരെ. ആ പിന്നെ ഇടവിട്ട് പിന്നെ 1.5 അല്ലേ? 5 ദിവസം അടുപ്പിച്ച് വരണം. അപ്പൊ ഒരു 1:30 ആകുമ്പോ പോകണം. 1:30 ആകുമ്പോൾ അതായത് 4 മണി വരെ ഉണ്ടാവില്ലല്ലോ. ബൈക്ക് ഉണ്ടെങ്കിൽ പറ്റിന് വരാൻ. ബൈക്ക് ഉണ്ടായിട്ട് എന്തായാലും കോട്ടയം വെക്കൂലല്ലോ. അല്ലെങ്കിൽ മോണ്ടെ കൊണ്ടുവന്നാക്കാം. അങ്ങനെ വെള്ളം കുടിച്ച് നമ്മൾ നേരെ പെരി പോവാണ്. പെരി പോയാക്കാം. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നു ഗൈസ്. എങ്ങനെയുണ്ട് ബാ? നീ കുന്നാണ് കേറണ്ടേ? കേറിക്കോടി. മമ്മക്കനോടെ പല്ലും കാട്ടി കുത്തിരിക്കണേ. എന്തേ നടക്കാൻ വയ്ക്കണില്ലേ? പരിപാടി നോക്കുക. അല്ല പിന്നൊക്കെ ശരിയാവും മമ്മ. നീട്ടിട്ട് നടന്നു നോക്കിയപ്പോ എന്തേ? ഊരവണക്ക് എന്ത് ചെയ്യാൻ? ഉമ്മാക്ക് മണം തെറാപ്പിന്നോ അമ്മമാക്ക്? വേറെ എന്തും സഹിച്ചാ ഈ കുന്ന് കയറലാണ് സീന്. ഇല്ല മമ്മ ഈ കമ്പിക്കാലും കൂടി ഇല്ലെങ്കിൽ ഞാൻ കയറൂല. ഈ കമ്പിക്കാലും കൂടി ഇല്ല പിടിച്ചു കയറാനല്ലേ? അതൊറ്റക്കല്ല അങ്ങനെ താഴത്ത് കൂടെ കണ്ട് ഇതേപോലെ കാലുകള് വരുമ്പോ പിടിച്ച് നടക്കാനുള്ളൊരു തടവാണല്ലേ? ആകല്ലൊരു കൈത്താങ്. അതെ. എങ്ങനെയുണ്ട് അപ്പൊ നടക്കാൻ വെക്കുണ്ടോ? നീരുണ്ടായിട്ടാണ് വേദന. അയാൾ പറഞ്ഞ നീരുണ്ടായി. നമ്മളെത്തിയ കാലിന്റെ തടി തന്നെയാണ്. നീരുണ്ട്. തടിയല്ലല്ലേ നീരാണുള്ളത്. നീരാണ് സത്യം നീരാണ്. അയാൾ പറഞ്ഞപ്പോഴല്ലേ നമുക്ക് മനസ്സിലായി. മടക്കാൻ വെക്കണോ? അപ്പൊ കുറച്ചൊക്കെ മടക്കാൻ വെക്കുന്നുണ്ട്. ഒന്നാമത് പിന്നെ ഈ ബെൽറ്റും കൂടി ഇട്ടിട്ടേ നടക്കുമ്പോ ഒരു പുത്തം സ്റ്റെപ്പും കയറ്റുള്ളൂ ഇവിടെ. കാവല് കൊറേ മാറിയണ. ഇങ്ങനെയും നടക്കാൻ പറ്റില്ല. ആദ്യം എന്താണ് അവസ്ഥ അല്ലേ? ഇപ്പൊ ഇങ്ങനെ നടക്കാൻ പറ്റണ്ടല്ലോ. എന്താ കാട്ടാന്നൊക്കെ കേട്ടീന്. ഞാൻ വണ്ടി പഞ്ഞി ഇറക്കണ ഞാനേ പെട്ടെന്ന് കടന്നപ്പോയി ഞാൻ കുടുങ്ങി. എന്താ കാട്ടാന്ന്? ഞാൻ എന്താ കാട്ടുള്ള എന്താ കരയാ വേണ്ടി, നൂലൊളിച്ചാ വേണ്ടി, ഇറങ്ങിപ്പോകാ വേണ്ടി. അങ്ങോട്ട് പോവുക. അധീനൊന്നുമില്ല. അങ്ങോട്ട് പോവുക. ഉമ്മ ചെലപ്പോ അങ്ങോട്ട് ഇച്ചു തന്നെ നോക്കാൻ പറ്റാറുണ്ട് പോയിക്കണെങ്കി എന്തൊക്കെ നമ്മള് കാട്ടുക. ഒന്നും കാട്ടല്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ കജ്ജോണ്ട് വെയ്ക്കാത്തയും കൂടിയാണ്. ഇനി അടുപ്പിച്ച് 5 ദിവസം ഇങ്ങനെ ചെയ്തുമ്പത്തിന് ക്ലിയർ ആവുകയാണ്. മണിക്കൂർ ഇടവിട്ടിട്ട് കാലിങ്ങനെ അനക്കി നോക്കാന്. അനക്കല്ലല്ലോ എന്താണ് എക്സസൈസ് കുറച്ച് പറഞ്ഞല്ലേ മമ്മി ചെയ്തോണെങ്കി? ഉമ്മാനോട് ചുരിദാർ ഇടാൻ പറഞ്ഞപ്പോ ഫുള്ള് ചുരിദാറമ്മയാണ് ഉമ്മ. ചുരിദാറും പർദ്ദപ്പിളൊക്കെ ഇടാ. പറങ്കാങ്ങൊക്കെ കഴിഞ്ഞടാ. പറങ്കാങ് എന്താ തിന്നാനെന്താന്നല്ലേ? ചോറില്ലേ അവിടെ? പിന്നെ പൊറാട്ടി വാങ്ങിയില്ലേ? പൊറാട്ടി വാങ്ങിക്കണില്ലേ? കുട്ടി എന്തായാലും തന്നാവോ? ഓനൊക്കെ അവിടെ ഉണ്ടാവും. എന്തായാലും കാര്യമില്ല. അതിന്റെ പള്ളിക്ക് വല്ലതും എത്തണ്ടേ? എനിക്ക് വാരി തന്നോണ്ട്. എനിക്ക് കൈയില്ല ഗൈസ്. എന്റെ കൈയിന്റെ അവസ്ഥകൾ കണ്ടല്ലേ. അങ്ങനെ ഫൈനലി നമ്മൾ പെരീക്ക് വന്ന് കേറിയിരിക്കുകയാണ്. കുത്തിരുന്നളി പൊന്നേ
ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് ചെറിയൊരു വീഡിയോ ആണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണം. കാരണം ഇന്നൊന്ന് ഞാൻ എന്നോട് പറഞ്ഞു പ്ലാസ്റ്റർ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. പക്ഷേ ഓല് കണ്ടപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു പ്ലാസ്റ്റർ ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കാരണം ഇതിട്ടാലും പ്ലാസ്റ്റർ ഇട്ടാലും ഒരേ പോലെ എന്ന് പറഞ്ഞത്. കാരണം അതിന് സ്ക്രാച്ച് ഉള്ളൂ, ചെറിയ സ്ക്രാച്ച് ഉള്ളൂ. പക്ഷേ റെസ്റ്റ് നല്ല കൊടുക്കാൻ പറഞ്ഞേ. കൈ അനക്കാതെ നിൽക്കാനാണ് പറഞ്ഞേ. അതേപോലെ എൻ്റെ വലത്തെ കൈയും 2 കൈ ഇങ്ങനെ തൂക്കിയെടുക്കാനാണ്. അതായത് ഒന്നിൽ ഒരു കൈ കയറ്റിയിട്ട് മറ്റേൽ ഒന്ന് കയറ്റിയാണ് ഇങ്ങനെ തൂക്കിയെടുക്കാനാണ് എന്നോട് പറഞ്ഞിന്. അപ്പം അങ്ങനെ എന്തായാലും ഇട്ടടക്കൂല. കാരണം അങ്ങനെയൊക്കെ അല്ലേ മലന്ന് നടക്കാൻ എങ്ങനെ തിന്നാൻ വേണ്ടിട്ട് തൊള്ള വിളിച്ചു തരാം. അപ്പം റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. പക്ഷെ റെസ്റ്റ് എടുക്കൽ എന്തായാലും ഒരു കൈ ഓക്കെ, മറ്റേ കൈ റെസ്റ്റ് എടുക്കാൻ പറ്റാൻ ചാൻസ് ഇല്ല. കാരണം വീഡിയോ എടുക്കലും വീഡിയോ എഡിറ്റിംഗ് എല്ലാം കൂടി ഉണ്ട്. എന്തായാലും നോക്കി നോക്കാം. അപ്പൊ ഗൈസ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ഗൈസ്. എല്ലാവർക്കും ബൈ. ബൈ ടാറ്റ ബൈ. മറ്റവനവിടെ എഡിറ്റിങ്ങിലാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്.